മലയാളത്തിന്റെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീനിവാസന്റെ അന്ത്യനിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികം താമസിയാതെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ അവിടെ വീട്ടുവളപ്പിൽ പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹം പുറത്തേക്കെടുക്കുവാനുള്ള സജ്ജീകരണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഒരു സമയത്ത് പോലും നിരവധി ആളുകളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസനെ കാണുവാൻ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരും അദ്ദേഹത്തെ ആരാധിച്ചിരുന്നവരോടൊപ്പം തന്നെ അദ്ദേഹം എന്ന മനുഷ്യനെ അടുത്തറിഞ്ഞ നിരവധി സുഹൃത്തുക്കളും അവർക്കിടയിലുണ്ട്. കാരണം ഈ ഒരു വീട്ടുവളപ്പിന് ചുറ്റുമുള്ള പ്രദേശം അദ്ദേഹത്തിൻ്റെത് കൂടിയായിരുന്നു. അവിടുത്തെ ഓരോ ആളുകളും അദ്ദേഹത്തിന്റെ സ്വന്തമായിരുന്നു. അവർക്കെല്ലാവർക്കും അദ്ദേഹം ഒരു കലാകാരനോ സിനിമാക്കാരനോ ആയിരുന്നില്ല, അവരുടെ സ്വന്തം ശ്രീനിവാസനായിരുന്നു. അങ്ങനെ അത്രയധികം നാടുമായി താതാത്മ്യം പ്രാപിച്ച ഒരു മനുഷ്യ ജീവനാണ് ഇവിടെ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അതിന്റെ വേദനയും ദുഃഖവും അവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൂരെ ഇടങ്ങളിൽ നിന്നുമാണ് ധാരാളം ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ അവിടേക്ക് എത്തിച്ചേരുന്നത്. അത് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, അദ്ദേഹത്തെ ആരാധിച്ചിരുന്നവരുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ, നിരവധി തലത്തിൽ നിന്നുള്ളവർ അവിടേക്ക് എത്തി നിൽക്കുന്നു. എല്ലാവരും എത്തുന്നത് ശ്രീനിവാസൻ എന്ന ബിന്ദുവിലേക്കാണ്. കാരണം അദ്ദേഹം പങ്കുവെച്ച സിനിമകൾ, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അതെല്ലാം തന്നെ കാലിക പ്രസക്തിയോടുകൂടി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിയോഫിൻ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തിയോഫിൻ, ഇപ്പോൾ മൃതദേഹം പുറത്തെത്തിക്കുവാനുള്ള സമയമായിരിക്കുന്നു അല്ലേ? തീർച്ചയായും. അതായത് വീട്ടിനുള്ളിൽ പൊതുദർശനം പൂർത്തിയായിരിക്കുന്നു. പുറത്തു നിന്ന് ആളുകളെ ഇനിയിപ്പോൾ അവസാനം കാണുന്നതിനായി ആളുകളെ കയറ്റുന്നില്ല. അപ്പോൾ അകത്തുണ്ടായിരുന്നവരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വീടിന് പുറത്ത് വീടിന്റെ പോർട്ടിക്കോയിൽ തന്നെ ഈ അന്ത്യകർമ്മങ്ങൾക്ക്, അതായത് സംസ്കാരത്തിന് മുമ്പുള്ള അന്ത്യകർമ്മങ്ങൾ നടക്കേണ്ടതുണ്ട്. ആ അന്ത്യകർമ്മങ്ങൾക്കായുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം വീടിനുള്ളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മേശയിലേക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇവിടെ നിന്ന് ആണ് പിന്നെ ഇവിടുത്തെ കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ ചിത ഒരുക്കിയിരിക്കുന്ന ഭാഗത്തേക്ക് മൃതദേഹം കൊണ്ടുപോവുക. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒട്ടേറെ ആളുകൾ, അതായത് നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ ഈ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ തന്നെ ഒട്ടേറെ സിനിമാ പ്രവർത്തകരുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ നിൽക്കുന്നതിന്റെ എതിർഭാഗത്ത് സംവിധായകൻ ബ്ലസ്സി, റോഷൻ ആൻഡ്രൂസ് തുടങ്ങിയവരെല്ലാം ഉണ്ട്. ഇവരൊക്കെ ശ്രീനിവാസനോട് വളരെ അടുപ്പമുള്ള ആളുകളാണ്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ നിരവധി പേർ, രാവിലെ മുതൽ തന്നെ സിനിമാ രംഗത്തെ ഒട്ടനവധി പേർ, ഇന്നലെ വരാൻ കഴിയാതിരുന്ന ഒരുപാട് പേർ അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തായ സത്യൻ അന്തിക്കാടും അദ്ദേഹത്തിന്റെ മക്കളും ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ ഈ അന്ത്യകർമ്മങ്ങൾ എടുക്കുന്ന ഭാഗത്ത് ഇതിനടുത്ത് തന്നെ ഇപ്പോൾ സത്യൻ അന്തിക്കാടിനെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒട്ടേറെ പ്രമുഖർ സത്യനന്ദിക്കാടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു പക്ഷേ വളരെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു ഇരുവരും. സിനിമാ രംഗത്തെ, സിനിമാ മേഖലയിലെ തുടക്ക കാലഘട്ടം മുതൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. സത്യനന്ദിക്കാടിന്റെ ചിത്രങ്ങൾ എന്നാൽ ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് എന്ന് പറഞ്ഞ അതായിരുന്നു ഒരു പക്ഷേ ഒരു ബ്രാൻഡ് നെയിം ആയി മാറിയതാണ്. അങ്ങനെ മലയാളി കുടുംബ പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രങ്ങൾ മുഴുവൻ ഈ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയവയാണ്. അങ്ങനെ ഒട്ടേറെ ചിത്രങ്ങൾ, അതിലൊരു പക്ഷേ ഏറ്റവും കൂടുതൽ സത്യനന്ദിക്കാട് ചിത്രങ്ങളിൽ ഏറ്റവും ഹിറ്റ് ചിത്രങ്ങളായി മാറിയ, ഏറ്റവും ജനകീയ ചിത്രങ്ങളും ജനശ്രദ്ധ നേടിയ ചിത്രങ്ങളും ഏറ്റവും കൂടുതൽ കുടുംബ പ്രേക്ഷകർ കണ്ടതുമായ ചിത്രങ്ങൾ കൂടുതലും ഈ ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയവയായിരുന്നു. അതിന്റെ ഒരു വേദന ഏറെ സത്യനന്ദിക്കാടിനുണ്ട്. അദ്ദേഹം ഇന്നലെയും ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ പൊതുദർശനം നടക്കുന്ന സ്ഥലത്ത് അദ്ദേഹം മുഴുവൻ സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം വൈകിട്ട് വീട്ടിലേക്ക് വന്നപ്പോഴും അല്പസമയം കഴിഞ്ഞ് വീട്ടിലെത്തി. തുടർന്ന് പിന്നീട് ഇന്ന് രാവിലെ വീണ്ടും മക്കളോടൊപ്പം അദ്ദേഹം എത്തി. ഇപ്പോൾ ആ ക്രമീകരണങ്ങൾ എല്ലാ ക്രമീകരണങ്ങൾക്കും ഇപ്പോൾ അതിന്റെ കൂടെ അദ്ദേഹമുണ്ട്. അവസാനമായി തന്റെ പ്രിയ സുഹൃത്തിനെ യാത്രയയക്കാൻ അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഏറ്റവും ഉചിതമായ യാത്രയിൽ വേണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. വേദനയോടുകൂടിയാണ്, വിങ്ങുന്ന ഹൃദയത്തോടുകൂടിയാണ് സത്യൻ അന്തിക്കാട് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാം. ഇന്നലെ അദ്ദേഹത്തിന്റെ വാക്കുകളും അത് വ്യക്തമായിരുന്നു. ഒരുപക്ഷെ മുഴുവൻ അദ്ദേഹത്തിന് സംസാരിക്കാൻ തന്നെ പാതിയിൽ വെച്ച് വാക്കുകൾ മുറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത്രയും ഒരു സ്നേഹമുള്ള സുഹൃത്തുക്കളാണ്, അത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് സത്യൻ അന്തിക്കാടും അദ്ദേഹത്തിന്റെ മക്കളായാലും സത്യനും അഭിജിത്തിനും ഒക്കെ ഇവിടെ ഉണ്ട്. ഒട്ടേറെ ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂടി ഈ വീടിന്റെ കോമ്പൗണ്ടിലും ഒക്കെ നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി ഇരുന്നൊക്കെ കാണുന്നതിനായി പോലീസ് ഈ ആളുകളെയൊക്കെ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയധികം തിരക്കൂടെയുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും കൃത്യമായ സമയത്ത് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്നുള്ള ഒരു തീരുമാനത്തിൽ അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ ആ സമയക്രമം പാലിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു.
എന്തായാലും വലിയൊരു നഷ്ടം മലയാള ലോകത്തിലുണ്ടായിരിക്കുന്നു. സാധാരണയായി ഒരു പ്രമുഖർ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ളവരോ ഒക്കെ ഇത്തരത്തിൽ അവരുടെ വിയോഗം ഉണ്ടാകുമ്പോൾ നികത്താനാവാത്ത വിടവെന്നും വലിയ നഷ്ടമെന്നും ഒക്കെ നമ്മൾ പറയാറുള്ളത് പതിവ് വാക്കുകളാണ്. പക്ഷേ ഇവിടെ ശ്രീനിവാസനെ സംബന്ധിച്ച് അതൊരു സാധാരണ വാക്ക് അല്ലെങ്കിൽ ക്ലീശ വാക്കായി ചുരുങ്ങുന്നതല്ലാതെ അതൊരു നഷ്ടം തന്നെയാണ്. തീർച്ചയായും അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ശൂന്യത, മലയാളി പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാക്കിയ ശൂന്യത, സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയ ശൂന്യത, അതെല്ലാം വളരെ വലുതാണ്. ഒട്ടും നമുക്കത് കുറച്ചു കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ ശൂന്യത സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം മടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം രോഗ അവസ്ഥയിൽ നിന്ന് മാറി തിരിച്ചു വരും എന്ന് കരുതിയിരുന്നതാണ്. ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് ചികിത്സയ്ക്കായി പോകുമ്പോഴും ആംബുലൻസിലാണ് ചികിത്സയ്ക്കായി പോകാനായി ആംബുലൻസ് വീടിന്റെ ഗേറ്റിനടുത്ത് വരുമ്പോൾ ഞാൻ നടന്ന് തനിയെ കയറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടക്കാൻ ശ്രമിച്ചതാണ്. അതിനിടെയാണ് കുഴഞ്ഞത്. അങ്ങനെ കുഴഞ്ഞു വീഴാൻ പോയി. ഉടനെ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഡയാലിസിസിന് പോകേണ്ടതായിരുന്നു. അതിന് പോകുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് വീണ്ടും ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത് അവിടെ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. രാവിലെ വിനീത് ശ്രീനിവാസനും ഒപ്പം ഞാൻ ശ്രീനിവാസനും സ്ഥലത്തുണ്ടായിരുന്നു. അതായത് വിനീത് ശ്രീനിവാസൻ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് പുറപ്പെട്ടതാണ്. അതിനുശേഷമാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്നത്. വിനീത് ചെന്നൈയിലേക്ക് പോകുന്നതിനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് വിയോഗ വാർത്ത അറിയുന്നതും അദ്ദേഹം മടങ്ങിയതും. അവിടെ നിന്ന് അദ്ദേഹം മടങ്ങി തൃപ്പൂണിത്തുറ ആശുപത്രിയിലേക്ക് എത്തി. അതിനിടയിൽ പിന്നീട് ഈ ധ്യാൻ ശ്രീനിവാസനെ സംബന്ധിച്ച് ധ്യാൻ ശ്രീനിവാസൻ ഇന്നലെ ജന്മദിനമായിരുന്നു. കോഴിക്കോട് ഒരു ഷൂട്ടിങ്ങിലായിരുന്നു. സിനിമാ ലൊക്കേഷനിൽ നിന്നാണ് അദ്ദേഹം വിവരം അറിഞ്ഞത്, മടങ്ങിയെത്തിയത്. അദ്ദേഹം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും അദ്ദേഹം വീട്ടിലെത്തിയിരുന്നു. മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ ഇവിടെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് 1 മണി മുതൽ, കാരണം വലിയ തിരക്കുണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ആ തിരക്ക് കണക്കിലെടുത്ത് തന്നെ പൊതുദർശനം എറണാകുളം ടൗൺ ഹാളിൽ ക്രമീകരിച്ചു. എല്ലാവർക്കും വന്ന് കാണാനുള്ള ഒരു സൗകര്യം അതുകൂടി കണക്കിലെടുത്ത് അങ്ങനെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ പൊതുദർശനം തീരുമാനിച്ചിരുന്നു. 1 മണിക്ക് തുടങ്ങിയ പൊതുദർശനം അത് നീണ്ടത് തിരക്ക് കാരണം വീണ്ടും നീട്ടേണ്ടി വന്നു. അങ്ങനെ 4 മണി വരെ പൊതുദർശനം ടൗൺ ഹാളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. കണ്ടനാട്ടുള്ള വീട്ടിലേക്ക് ഒരു 4:45 മൃതദേഹം കണ്ടനാടുള്ള വീട്ടിലെത്തി. തുടർന്ന് പിന്നീട് പൊതുദർശനം ഉണ്ടായിരുന്നില്ല വീട്ടിൽ. പക്ഷേ എന്നിട്ടും ഒരുപാട് പേർ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, ഈ നാട്ടിലുള്ളവർ, പ്രത്യേകിച്ച് കണ്ടനാട് എന്ന നാടിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. കാരണം ഇദ്ദേഹം ശ്രീനിവാസൻ ഇവിടെ വന്ന് താമസമാക്കിയതിനു ശേഷമാണ് ഈ നാടിനെ കുറിച്ച് കൂടുതൽ മറ്റ് ജില്ലകളിലുള്ളവരൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന ജൈവ കൃഷിയൊക്കെ വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെ അദ്ദേഹത്തെ ഒരു മെന്ററായും ഒരു ഉപദേശകനായും ഒക്കെയാണ് ഇവിടുത്തെ കർഷകർ കണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്.